കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈശ്വര, എന്തോ ആപത്തിന്റെ സൂചനയാണല്ലോ. ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ച് 1000 രൂപയെങ്കിലും ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊട്ടില്ല ഞാൻ. ഈശ്വര, വാശി കയറിയ പോയിരിക്കുന്ന ആപത്തൊന്നും സംഭവിക്കരുതേ വിഷ്ണുവേട്ടന്. ഭർത്താവുമായി പിരിഞ്ഞിട്ടും നിത്യവും താലി തൊട്ട് തൊഴുന്ന ഒരു സ്ത്രീയുടെ മകളാ ഞാൻ. ആപത്തൊന്നും ഇല്ലാതെ കാത്തോളണേ ഭഗവാനെ. എന്താണോ ഇത്ര വലിയ സംഭവം? ആ ഇരിക്കുന്നത് ആരാണെന്ന് സാർ കണ്ടോ? അതാരായാലും എനിക്കെന്താ? അങ്ങനെയല്ല സാറേ, അത് വിഷ്ണുവാ. വിഷ്ണു? വൈകുണ്ഠത്തിലെ വിഷ്ണു ഒന്നും അല്ലല്ലോ. ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സാറേ. ഇതിപ്പോ സത്യഭാമയുടെ മോനാ. സത്യഭാമയുടെ മോനോ? എടോ, ഇവനെങ്ങനെ ഇവിടെ വന്നേ? നമ്മൾ ഈ ജോലി കോൺട്രാക്ട് കൊടുക്കുന്നല്ലേ സാറേ. കോൺട്രാക്ട് എടുത്ത ആളുമായിട്ട് ബന്ധപ്പെട്ട് ആ കമലിനോ മറ്റോ ചെയ്ത ഏർപ്പാടാ. ഇതിപ്പോ സാറിന് പണിയായി. എനിക്കിതെങ്ങനെ പണിയാവുന്നേ? സത്യഭാമ അറിഞ്ഞ ഈ സ്ഥാപനം മാത്രമല്ല, സാറിന്റെ മൊത്തം പണിയും പൂട്ടിക്കും. സാർ വാ, വഴിയുണ്ട്. സത്യഭാമയുടെ മകൻ വിഷ്ണു. ഈ ലെവല് ജയിക്കാറായതാ. ഇവളെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? എന്താ? നീ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ബെല്ലടിച്ചപ്പോഴേ നീ കോൾ എടുത്തല്ലോ, ആശ്വാസം. അതെന്തിനാ ഞാൻ കോൾ എടുക്കാതിരിക്കുന്നേ? കോളേജ് ഫസ്റ്റ് ആവാൻ നമ്മളെ തമ്മിലാണല്ലോ കോമ്പറ്റീഷൻ. അപ്പോ മനസ്സിലൊരു ശീതസമരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്റെ മനസ്സിൽ എങ്ങനെ സമരവും പണിമുടക്കും ഒന്നുമില്ല. പഠിച്ചാ ആർക്കായാലും മാർക്ക് കിട്ടും. ആ, അത് വിട്. എന്തായാലും നിന്നെക്കാളും ഒരുപടി താഴെയാ ഞാൻ. കോളേജിന്റെ പടി പോലും കണ്ടിട്ടില്ലെങ്കിലും നിന്റെ ശാരികേച്ചി അടിച്ചെടുത്തത് നമ്മുടെ ലെക്ചറല്ലേ. പക്ഷേ നിന്റെ ശാരികേച്ചിയെ രാജീവ് സാറിന്റെ വീട്ടുകാര് അടിച്ചിറക്കിന്ന് കേട്ടു. മറ്റുള്ളവരുടെ വേദന കൊണ്ട് നിനക്ക് എന്ത് രസം കിട്ടാനാ? കൊതുകിന് ചോറ് കുടിക്കുമ്പോ കിട്ടുന്ന ആനന്ദവും. എന്തായാലും ഞാൻ ഫോൺ വെക്കുക. നീ കൊമ്പിറക്കിയെടുത്ത് ചൊറിഞ്ഞോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഒരു ഗുഡ് ന്യൂസ് കൂടി പറയാനുണ്ട്. വാസ്തവത്തിൽ അതിനാ ഞാൻ നിന്നെ വിളിച്ചത് തന്നെ. നിന്റെ
കുഞ്ഞേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നതേ സത്യഭാമയുടെ മകൻ വിഷ്ണുവാണെന്നല്ലേ പറഞ്ഞത്? ആണെങ്കിൽ ആ വിഷ്ണു എന്റെ അച്ഛന്റെ ഗോഡൌണിൽ ചുമടെടുത്തോണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതാ. പുതുമുഖാണെങ്കിലേ ജോലിയിൽ നന്നായി ശോഭിക്കുന്നുണ്ട്. അയാൾക്ക് ഈ മേഖലയിൽ നല്ല ഭാവിയുണ്ട് എന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് എന്റെ അച്ഛൻ കൂലി എണ്ണി കൊടുത്തിട്ട് വേണമായിരിക്കും നിന്റെ കുഞ്ഞേച്ചിക്ക് കഞ്ഞിക്കല അടുപ്പത്ത് വെക്കാൻ. തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കൊമ്പ് ഒന്നുകൂടി ഇറക്കിന്ന് കൂട്ടിക്കോ. നീ പിന്നെയും ചൊറഞ്ഞോ. ഞാൻ വെക്ക. ഹലോ കുഞ്ഞേച്ചി, പറയടി. കുഞ്ഞേച്ചിയുടെ ഫോണിന് എന്ത് പറ്റി? ഞാൻ കുറെ തവണ വിളിച്ചിട്ടും കിട്ടിയില്ല. അതൊരാള് തല്ലിപ്പൊട്ടിച്ചു. മെമ്മറി കാർഡ് അടക്കം ചവിട്ടി അരച്ചു കളഞ്ഞു. അതാരാ? അതാരാന്ന് നിനക്ക് ഊഹിച്ചൂടെ? ഓ, സുസ്മിത. ഉം. പിന്നെ ഇതേത് ഫോണിൽ നിന്നാ കുഞ്ഞേച്ചി സംസാരിക്കുന്നേ? അവളെ കൊണ്ട് തന്നെ പകരം ഫോൺ വാങ്ങിപ്പിക്കാനുള്ള അത്യാവശ്യം ഒടിവിദ്യയൊക്കെ ഈ ശാലിനിയുടെ കയ്യിലുണ്ട്. അതാണ് എന്റെ കുഞ്ഞേച്ചി. ആ, നീ എന്തു പറയാനാ വിളിച്ചേ? അവിടുന്ന് വന്നിട്ട് വല്യേച്ചി അമ്മ ഒരുപാട് വഴക്കു പറഞ്ഞു. ആ സങ്കടത്തില് വല്യേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടെന്താ, നമ്മുടെ രഞ്ജിനി ചേച്ചി പിടിച്ചോണ്ട് വന്നു. ഏതോ റെയിൽവേ ട്രാക്കിൽ കൂടി നടക്കുമായിരുന്നു അത്ര. അയ്യോ, എന്നിട്ടിപ്പോ? അത് പതിവ് പോലെ തന്നെ അമ്മയും വല്യേച്ചി കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് കോംപ്രമൈസ് ആയി. ഞാനിപ്പോ അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല. ആ കുഞ്ഞേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. എന്താടി? വിഷ്ണു ഏട്ടനുണ്ടോ വീട്ടില്? ഇല്ല. എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നു. വിഷ്ണുവേട്ടൻ അവളുടെ അച്ഛന്റെ ഗോഡൌണിൽ ചുമടെടുക്കുവാണെന്ന്. നേരാണോ ചേച്ചി? ചിലപ്പോ നേരായിരിക്കും. ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതാണോ കുഞ്ഞേച്ചി ചെയ്യേണ്ടത്? ഈ ജോലിക്ക് എന്താ കുഴപ്പം? ഇത്രയും പഠിപ്പുള്ള മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ വായിച്ചു പഠിച്ചിട്ടുള്ള എന്റെ ശ്യാമയാണോ ഈ പറയുന്നത്? ഇക്കഴിഞ്ഞ ദിവസം ഒരു വിശേഷം കൂടി ഉണ്ടായി. കുഞ്ഞേച്ചി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്ന സിവിൽ സർവീസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ കുഞ്ഞേച്ചി പുറത്ത്. സത്യം? അതെ മോളെ, നീ ഇപ്പൊ ഞെട്ടിയതുപോലെ അപ്പം ഞാനൊന്ന് ഞെട്ടി. ആകെ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ നിന്റെ ഫോൺ. സോറി, ഞാനും കൂടി കുഞ്ഞേച്ചി വിഷമിപ്പിച്ചല്ലേ എന്ന് നീ കരുതുന്നു. പക്ഷെ നീ പറഞ്ഞത് കേട്ട് എനിക്ക് കൂടുതൽ ഊർജം ഉണ്ടായിട്ടേ ഉള്ളൂ. സത്യഭാമയുടെ മകന് ചുമടെടുക്കാമെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ മകൾക്ക് സിവിൽ സർവീസ് ഒന്നുകൂടി എഴുതാവുന്നതേ ഉള്ളൂ. എന്റെ ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ വർദ്ധിക്കുക എനിക്ക്. വിഷ്ണുവേട്ടൻ ജോലി ചെയ്ത് ജീവിക്കുന്നതിന്റെ പേരില് മോളുടെ കൂട്ടുകാരികളിൽ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചിലായിട്ട് കാണണ്ട. ബാങ്കുകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും ഇരവല് വാങ്ങുകയും കൈയിട്ട് വാരുകയും ചെയ്യുന്ന കോടീശ്വരന്മാരെക്കാളും അന്തസ്സുണ്ട് കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്നവർക്ക്. അത് പറഞ്ഞ് മോൾ അവരുടെ വായ അടപ്പിച്ചേക്കണം. ശരി കുഞ്ഞേച്ചി, ഇപ്പോ എനിക്കൊരു ധൈര്യമൊക്കെ വന്നു. ഇക്കാര്യം പറഞ്ഞ് ആർദ്ര എന്നെ കളിയാക്കി. നാളെ കോളേജിൽ വെച്ച് കാണുമ്പോ അവൾക്ക് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തേക്കാം. അതെ മോളെ, അങ്ങനെ തന്നെയാ വേണ്ടത്. എന്നാ ഞാൻ ഫോൺ വെച്ചോട്ടെ കുഞ്ഞേച്ചി? ശരി. സ്വന്തമായി അധ്വാനിച്ച് 1000 രൂപ ഉണ്ടാക്കിക്കൊണ്ടുവാ ആദ്യം. ഇനി സ്വന്തമായിട്ട് അധ്വാനിച്ച് 1000 രൂപയെങ്കിലും ഉണ്ടാക്കാതെ പച്ചവെള്ളം കൈകൊണ്ട് തൊട്ടില്ല ഞാൻ. പാവം, എന്നോടുള്ള വാശിക്ക് പച്ചവെള്ളം പോലും കുടിക്കാതെ ആവും ചുമടെടുക്കുന്നത്.
ഇയാളൊന്ന് നിന്നേ. ഇന്നത്തെ കൂലി തന്നു. ഇയാൾക്ക് നാളെ മുതൽ ഇവിടെ ജോലിയില്ല. അല്ല, ഞാൻ ജോലിയിൽ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല. ഇയാൾ വീഴ്ച വരുത്തിയെന്നല്ല, ഞങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി ഈ പറയുന്നത്. പഴയ പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കല്ലേ. വിഷ്ണു ആകെ മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് വ്യക്തിപരമായുള്ള പ്രശ്നമല്ല ഇത്. മുതലാളിക്ക് നിങ്ങൾ ഇവിടെ നിർത്താൻ താല്പര്യമില്ല. അല്ല, അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ. ഞാൻ ജോലി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ചോളാം. സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജോലി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 2 ആളുടെ ജോലിയാ ഇന്നൊരു ദിവസം നിങ്ങളിവിടെ ചെയ്തത്. പക്ഷേ സത്യഭാമയുടെ മകന് കൊടുക്കാൻ ഇവിടെ ജോലിയില്ല. അത് തന്നെയാ പ്രശ്നം. സത്യഭാമയുടെ മകനാണെങ്കിൽ ഇവിടെ ജോലിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരപേക്ഷയുള്ളൂ, ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. ഇല്ല, ഞാൻ പോയിക്കോളാം. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട. താങ്ക് യു. വലിയേച്ചി ഒരു കാര്യം അറിഞ്ഞോ? കുഞ്ഞേച്ചിയുടെ വലിയൊരു സ്വപ്നമായിരുന്നല്ലോ സിവിൽ സർവീസ്. മെയിൻ പരീക്ഷ പാസ്സാവാൻ കുഞ്ഞേച്ചിക്ക് പറ്റിയില്ല. അങ്ങനെ അക്കാര്യത്തിലൊരു തീരുമാനമായി. ഇനി അവൾക്ക് കളക്ടറാകാൻ പറ്റില്ലല്ലേ? അങ്ങനെയൊന്നും ഇല്ല വലിയേച്ചി. പ്രിലിമിനറി പാസ്സായതല്ലേ, മെയിൻ എക്സാം ഇനിയും എഴുതാൻ പറ്റും. ഈ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം ഉള്ളിൽ വെച്ചോണ്ട് അവൾ എങ്ങനെ മോളെ ആ കടമ്പ കിടക്കുന്നത്? കഴിഞ്ഞ തവണ മനസ്സിന് താങ്ങാൻ പറ്റാത്ത അനുഭവങ്ങളുമായ അവൾ പരീക്ഷ എഴുതാൻ പോയത്. ഇനിയൊരു പരീക്ഷ എഴുതാൻ പോയാ അവളെ തോൽപ്പിക്കുന്നത് ഞാനായിരിക്കും. വലിയേച്ചി എന്തൊക്കെയായി പറയുന്നത്? ശാലിയുടെ മുന്നിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം ഞാനാ. ഇതിനൊരു മറുപടി കണ്ടെത്തിയിട്ടെ അവൾക്കിനി മറ്റെന്തിലേക്കും മനസ്സർപ്പിക്കാൻ പറ്റൂ. ശാരിക എന്ന് പറയുന്നത് ആർക്കും പരിഹാരം കാണാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. ദൈവത്തിന് പോലും, എന്തിനാ ഈ സൃഷ്ടിന്ന് പോലും അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവും. വലിയേച്ചി എന്തൊക്കെയായി പറയുന്നേ? നീ പേടിക്കണ്ട, ഞാനിനി റെയിൽവേ ട്രാക്കിലേക്കൊന്നും പോവില്ല. വലിയേച്ചി പൊയ്ക്കോ, ഞാൻ അല്പസമയം ഒറ്റയ്ക്കിരിക്കട്ടെ.
മിനിസ്റ്ററെ ഞാൻ അങ്ങോട്ട് പോയി കാണണമെന്ന്. സൗകര്യപ്പെടില്ല എന്ന് പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. അപ്പൊ അയാളൊന്ന് ഭയപ്പെട്ടു. വെള്ളിയാഴ്ച സമയം കണ്ടെത്തി ഇങ്ങോട്ട് വരാന്ന്. അങ്ങനെ തന്നെ വേണം ആന്റി. ആന്റിയുടെ സ്റ്റാറ്റസ് കളയരുത്. പൊന്നി വരാറില്ല ഇപ്പൊ. അവളുടെ ഭർത്താവിന് എന്തോ സുഖമില്ലെന്ന്. ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നോണ്ടാ. വരാത്ത ദിവസം ശമ്പളം ഒന്നും കുറയ്ക്കുന്നില്ലല്ലോ. ഒരു ദിവസത്തെ ക്യാഷ് പിടിച്ചു നോക്ക്. അപ്പൊ എല്ലാ ദിവസവും വരാനൊരു ഉത്സാഹം ഉണ്ടാവും. മനുഷ്യത്വം എന്നൊന്നില്ലേ സുസ്മിത നിനക്ക്? അസുഖമെന്നാ എന്താ ചെയ്യാ? എന്റെ പോളിസി അങ്ങനെ അല്ല അങ്ങളെ. നമ്മൾ ഒരാൾക്ക് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാള് നമ്മളുടെ അടിമയാ. നമ്മുടെ പണം കൊണ്ടല്ലേ അവരുടെ ഉപജീവനം കഴിഞ്ഞു പോകുന്നത്. അപ്പോ പിഴിയാവുന്ന അത്ര പിഴിയണം. എന്നാലേ മനസ്സിനൊരു തൃപ്തി കിട്ടൂ. ആ വിഷ്ണു വന്നല്ലോ. ഓ, അവളും വന്നു. അച്ഛാ, എന്താ മോനെ? ഒരു വിശേഷമുണ്ട് അച്ഛാ. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച കാശുകൊണ്ട് വാങ്ങിയ സ്വീറ്റ്സാ. ആദ്യത്തെ ശമ്പള. അത് നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക്. സുസ്മിതേ, നമ്മുടെ അൽസേഷൻ നായിക്ക് ഫുഡ് വാങ്ങിച്ചില്ലേ? അവിടുത്തെ പൈസ കൊടുത്തോ പെറ്റ് ഷോപ്പില്? ഇല്ല ആന്റി. ആ, 2200. നീ അതൊന്ന് ഓൺലൈനിൽ അയച്ചു കൊടുത്താ മതി. ശരി ആന്റി. ഭാമേ, നീ ആ പണം വാങ്ങിക്കും. എന്തിന്? സത്യഭാമയ്ക്ക് നെറ്റിയിൽ ഇങ്ങനെ പോരാനോ? വല്ലവനും വേണ്ടി അടിമപ്പണി ചെയ്ത് കിട്ടുന്ന പണം ഈ സത്യഭാമയ്ക്ക് വേണ്ട. പണം ഞാനവിടെ വയ്ക്കുന്നുണ്ടേ. ഭാമേ, ഭയങ്കര മോശമായിപ്പോയി നീ കാട്ടിയത്. അല്ല, ആന്റി പറഞ്ഞാൽ എന്താ തെറ്റ്? ആന്റി അപമാനിക്കല്ലേ വിഷ്ണുവേട്ടൻ ഇപ്പൊ ചെയ്തത്? ഈ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോവാന്ന് പറഞ്ഞ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലെന്നല്ലേ അതിന്റെ അർത്ഥം.
1000 ഉലുവ.